നോക്കട്ടെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി. ആരാടി നീ? എന്താ നിനക്ക് ഇവിടെ കാര്യം? രാവിലെ കാട്ടില് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയപ്പോ കാലൊന്ന് തെന്നി. ഈ ചേട്ടനാ രക്ഷിച്ചത്. കാലൊന്ന് ബേധാവണ വരെ ഈടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ലല്ലോ എന്നിട്ട് ഞങ്ങള് കേട്ടത്. എന്താ നിന്റെ പേര്? ഫിസ. എന്താ നിനക്ക് ഇവിടെ പരിപാടി? പുതുപ്പേട്ട സ്പോർട്സ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഈടെ അടുത്ത് ഒരു ഫ്രണ്ടിന്റെ വീട്ടില് വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വന്നത്. ഇവിടുത്തെ ഏത് കൂട്ടുകാരി? ഈടെ അടുത്താ. പാണ്ടിപ്പെട്ടി ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കാനുള്ള ദൂരം. എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാ. എന്താ ചേച്ചി? ഏയ്, ഞങ്ങള് വേറെന്തൊക്കെയോ കേട്ടു. അപകടം പറ്റിയത് വേറെ ആരെങ്കിലും കണ്ടോ? ഒരു സ്ത്രീ വന്നായിരുന്നു ഇല്ലേ? അതെ. എന്നാലും മീനമ്മ നിങ്ങളോട് ഇങ്ങനെ മാറ്റി പറഞ്ഞത്. ഞാൻ ചെല്ലട്ടെ എന്നാ. താങ്ക്സ് അ ലോട്ട് കേട്ടോ. ഒന്ന് നിന്നേ. ഈ വയ്യാത്ത കാലം വെച്ച് നടന്നു പോണ്ട, ഞങ്ങളുടെ കാറിൽ പോവാം. എവിടെയാന്ന് വെച്ചാ പറഞ്ഞാ മതി, ഡ്രൈവർ കൊണ്ടുവിടും. ഞാൻ പൊക്കോളാം. ഇപ്പൊ ഒരുവിധം ശരിയായി, നടക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിലും ഇങ്ങനെ വല്ല അപകടം പറ്റിയാൽ പെട്ടെന്ന് നോർമലായി റൊട്ടീൻസ് ചെയ്യണമെന്നാ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ശരി ചേച്ചി. എന്നാലും നീ എന്നെ സംശയിച്ചല്ലോ. അപ്പൊ ഇത്ര ഉള്ള നമ്മള് തമ്മിലുള്ള ബന്ധം അല്ലേ? സോറി. പറ്റില്ല. സോറി. പറ്റില്ലെന്ന് പറയില്ലേ? സോറി. ഓക്കെ. ഞാനും ഒക്കെ. എന്തായാലും അവളെ ഞാൻ ശരിയാക്കും. ഇന്ന് തന്നെ അവളെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. സഫറെ, പുതിയ ജോലിക്കാരി എന്നൊപ്പിക്കാൻ പറ്റും? நான் போய் சொல்றேன்னு மட்டும் சொல்லாதீங்க. அங்க பார்த்ததான் சொல்றேன். നീ എന്താ കണ്ടത്? ആ കുട്ടി അവിടെ കാലേറ്റി വീണതാ. സഫർ കണ്ടതാണല്ലോ. அங்க ஒண்ணு யாரும் கால் தடிக்க விழல. ദേ, നിന്റെ കെട്ടിയോന്റെ അടുത്തുള്ള ദേഷ്യം ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ അടുത്തെടുക്കല്ലേ? என்ன சொன்னீங்க? ഞാൻ സംസാരിച്ചോളാം. നിങ്ങളൊരു 5 മിനിറ്റ് പുറത്തേക്ക്, ഞാൻ സോൾവ് ചെയ്ത് തരാം. ഇവൻ എന്ത് സോൾവ് ചെയ്യാനാ? വഴി കണ്ടുവച്ചിട്ടുണ്ടെന്ന്. கதவை திறங்க. മീനമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? அந்த 2 முதலாளிங்களையும் அவங்க பொண்டாட்டிங்க தெய்வமா மதிக்கிறாங்க. ஆனா அவங்கள பத்தி எனக்கு தானே தெரியும். ஒரு பொண்ணோட ஸ்மெல் கிடைச்சா கூட போதும். நானே ஒரு வாட்டி அவங்கள அடிச்சிருக்கேன்னா பாருங்க. പതുക്കെ, വെറുതെ നമ്മളായിട്ട് 2 കുടുംബങ്ങളെ കലക്കണം. எனக்கு ஒன்றும் கலக்க வேண்டாம். என்னை பத்தி தப்பா பேசாம இருந்தா சரி. മീനമ്മ പറയുന്ന സത്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് രാവിലെ അവിടെ ഇല്ലായിരുന്നു. அப்படி சொல்லி கொடுங்க அவங்க பொண்டாட்டிங்களுக்கு. പതുക്കെ എന്നോട് പറ, എന്താ രാവിലെ അവിടെ കണ്ടത്? டெய்லி அந்த வழியா தான் நான் வேலைக்கு வர்றது. இன்னைக்கு வரும்போது காட்டுல இருந்து ஒரு பொண்ணு, தவிட்டு நிறத்துல கண்ணு, ரொம்ப அழகான பொண்ணு. ஐயோ தண்ணி போகுது. ഏയ്, അത് പറവല്ലേ, എന്താ രാവിലെ കണ്ടത് അത് പറ.